ഇവിടെ രോഗങ്ങൾക്ക് മരുന്നുണ്ട്, പക്ഷെ വാക്കുകൾക്കില്ല. ചില വാക്കുകൾ രോഗത്തേക്കാൾ കൂടുതൽ വേദന. ID. അവിടെ ഇരിക്കാം. മാഡം, അച്ഛന് നല്ല നെഞ്ചുവേദനയുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അവിടെ ഇരിക്കാം. I wish we could help. Harsh world we live in. I think changes are possible. Let's keep moving. BP കൂടുതലാണ്, ECG പ്രശ്നമുണ്ട്, ബ്ലഡ് വർക്കും പ്രശ്നമുണ്ട്. അഡ്മിറ്റ് ആയിക്കോളൂ. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? കൂടുതൽ റിപ്പോർട്ട്സ് ആയിട്ട് പറയാം. പേടിക്കേണ്ട എന്തെയുണ്ടോ ഡോക്ടർ? പറഞ്ഞല്ലോ, കൂടുതൽ റിപ്പോർട്ട്സ് തരട്ടെ. നെക്സ്റ്റ്. ഡോക്ടർ, എനിക്ക് റിപ്പോർട്ടൊന്നും മനസ്സിലാവുന്നില്ല. HB 8.2, ഷുഗർ കുഴപ്പമില്ല, കൊളസ്ട്രോൾ കൂടുതലാണ്. അത് പ്രശ്നമാണോ ഡോക്ടർ? മരുന്ന് എഴുതിത്തരാം. അല്ല ഡോക്ടർ, അപ്പൊ എന്ത് ഫുഡാ കഴിക്കാൻ പറ്റണേ? നെക്സ്റ്റ് പറയും. ഡോക്ടർ, ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല ഡോക്ടർ. ഇത് ഞാനിത് ടെസ്റ്റ് തന്നെയല്ലേ. തനിക്കിത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ചെയ്യണ്ട. ഞങ്ങളുടെ സമയം മെനക്കെടുത്തൊന്ന് പോയി തരുമോ പ്ലീസ്? ജസ്റ്റ് ഡോണ്ട് വേസ്റ്റ് അവർ ടൈം ഹിയർ. ഈ ഒടുക്കത്തെ വയറുവേദന മാറണേ ഇല്ല. എത്ര ദിവസമായി ബാത്റൂം പോയി മതിയായി. ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒന്നും മനസ്സിലാവണമില്ല. നീ ആ ചേട്ടൻ്റെ മുഖം കണ്ട്. അവർക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. ആ ഡോക്ടറിനൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. Look, Arjun, we need to speak up. The doctors may forget to soften their voice. Seeing these patients, I think you're right. Let's make the checklist. Let's ask them. Excuse me, could you please tell us where's the medical officer? Hello, it's a bit urgent. It's right there on the upstairs. Noted. Let's move. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താടോ ദിവസം കൂടുന്തോറും കംപ്ലൈന്റ് എണ്ണം കൂടി വരുവാണല്ലോ. ഡോക്ടേഴ്സ് പേഷ്യൻസിനെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്ന പോലുണ്ട് മാം. മാം, എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് കൂടുതൽ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യുക. അതായിരിക്കും ആർക്കൊന്നും മനസ്സിലാവാത്ത. അതായിരിക്കും കൂടുതൽ കംപ്ലൈൻറ്റ്സ് വരുന്നത്. അതങ്ങനെ ആവാൻ പാടില്ലല്ലോ. ഡോക്ടേഴ്സിനെ വിളിക്ക്. ഇതെന്തായാലും മാറണം. ഡോക്ടേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് മാത്രമല്ല അത്യാവശ്യം, അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ്. ശരിയാ, നമ്മൾ രോഗികളുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കണം. കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിരിക്കുന്നു. ഇരുന്നോളൂ. സീത, ഹീമോഗ്ലോബിൻ കുറവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡിന്റെ സ്ട്രെങ്ത് കുറവെന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാകും. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഒരു പ്രശ്നവും ഇല്ല. അയൺ ടാബ്ലറ്റും ഫുഡൊക്കെ കഴിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പച്ച, നമുക്ക് ഒന്നെന്ന കാര്യം തുടങ്ങും. എന്താണ് അപ്പച്ചന്റെ പ്രശ്നം? ഡോക്ടർ, എനിക്കെന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഞാൻ മരിച്ചുപോ ഡോക്ടർ. അയ്യോ ഇല്ല, അങ്ങനൊന്നും ചിന്തിക്കണ്ട. താങ്കൾക്ക് ചെറിയ ഹൃദയത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങളിവിടെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു ചികിത്സയ്ക്ക് നമുക്ക് മുമ്പോട്ട് പോകാം, മറ്റു ചികിത്സകളായിട്ട്. കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ? ഇല്ല, കുഴപ്പങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. താങ്ക് യു ഡോക്ടർ.
നേഴ്സേ കുറച്ച് ദിവസത്തെ വയറ് നല്ല വേദന, വയറ്റിന്ന് പോണേ ഇല്ല. ആണോ? ഡോക്ടർ പോയി വരും കേട്ടോ, ഡോക്ടറോട് ചോദിക്കാം. സിസ്റ്റർ, ഇദ്ദേഹത്തിന് എന്തായിരുന്നു പ്രശ്നം? ഇദ്ദേഹത്തിന് 2 ദിവസമായിട്ട് വയറ്റിന്ന് പോകുന്നില്ല എന്നാ ആണോ പറഞ്ഞു. ചേട്ടാ? ഞാൻ 2 ദിവസം ഒരു സപ്പോസിറ്ററി ചെയ്തില്ലായിരുന്നോ? അതെടുത്തായിരുന്നോ? അത് ഞാൻ ചായൻ്റെ കൂടെ കഴിച്ചാണല്ലോ രാവിലെ. അയ്യോ ചേട്ടാ, അത് ചായൻ്റെ കൂടെ കഴിക്കാനുള്ള മരുന്നല്ലായിരുന്നു, അത് ബാക്കിലൂടെ ഇൻസേർട്ട് ചെയ്യാനുള്ള മരുന്നായിരുന്നു. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു. ഓ, അത് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞു തരാത്തതിൻ്റെ കുറ്റല്ലേ. ഇനി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഡോക്ടർ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിസ്റ്ററോടോ എന്നോടോ ചോദിച്ചാൽ മതി. ഓക്കെ നഴ്സ്. ഓക്കെ അല്ലേ? മിസ് കരീം, എനിക്കറിയാം ടെസ്റ്റുകൾ കോസ്റ്റ്ലി ആണെന്ന്, പക്ഷേ കറക്റ്റായി ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ എനിക്ക് കറക്റ്റായി ഡയഗ്നോസിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് തരാൻ പറ്റുള്ളൂ. സോ ടെസ്റ്റുകൾ കറക്റ്റായി ചെയ്യാൻ നോക്കുക. മരുന്ന് കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ ആശ്വാസം കിട്ടണമെന്നില്ല. ഒരു നിമിഷം അവർക്ക് പറയാനുള്ളത് കേൾക്കുക, ഒന്ന് സമാധാനത്തോടെ സംസാരിക്കുക, അത് തന്നെ വലിയൊരു ആശ്വാസം.